മക്കൾക്ക് വാങ്ങിയ ഐസ്ക്രീം ആ ഐസ്ക്രീം കഴിച്ച കുട്ടികൾക്ക് പിന്നീട് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ആളുകൾ ഒരുപക്ഷെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടി അതവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ സമൂഹത്തിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ആ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തുകയും 3 വർഷങ്ങൾക്കിപ്പുറം നീതി സ്വന്തമാക്കുകയും ചെയ്ത കണ്ണൂർ മട്ടന്നൂരിലെ ഒരു രക്ഷിതാവാണ് നമ്മുടെ കൂടെ ഉള്ളത്. അരുൺകുമാർ അല്ലേ? അതെ, അരുൺ. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഇത് എപ്പോഴായിരുന്നു ഈ ഐസ്ക്രീം വാങ്ങി നൽകിയത്? 2 കുട്ടികളെയാണ് ബാധിച്ചത് അല്ലേ? അതെ, 2023 ഈ സംഭവം നടന്നത്. മട്ടന്നൂരിലൊരു മാളിൽ വെച്ച് കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തായിരുന്നു. അപ്പോൾ ഐസ്ക്രീമിൽ നിന്ന് അത് നമ്മൾ വീട്ടിലെത്തിയ ശേഷം കുട്ടികൾക്ക് അതൊരു ഫുഡ് പോയ്സൺ ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം തന്നെ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്തു. ഒരാഴ്ചയോളം കുട്ടികൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ICUലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഈ വിവരങ്ങൾ അറിയിച്ച സമയത്ത് ആരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ജസ്റ്റിസ് നമുക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിയമപോരാട്ടത്തിലേക്ക് പോയത്. അപ്പം ഈ 3 വർഷത്തിലെ ഈ നിയമപോരാട്ടത്തിൽ വിധി അനുകൂലമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് പ്രതികരിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ 1,10,000 രൂപയാണ് നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചിട്ടുള്ളത് അല്ലേ? കണ്ണൂർ ഉപഭോക്തൃ കോടതിയുടേതാണ് വിധി വന്നിരിക്കുന്നത്. ആ തുക എന്നതിനപ്പുറത്തേക്ക് ആളുകൾക്കൊരു പ്രചോദനം കൂടിയാണ്. പലപ്പോഴും നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് മിസ്റ്റേക്കുകൾ. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടാൽ പോലും നമ്മൾ പലപ്പോഴും അത് വിട്ടുകളയാണ് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം ചില ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇങ്ങനെ ഇത് വേറൊരു ദുരന്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കാനും മറ്റുള്ള വിമർശനങ്ങൾക്കും ഒക്കെ എല്ലാവരും വരുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന എത്ര ആൾക്കാർ ഇങ്ങനെയുള്ള നീതിക്ക് വേണ്ടി പോകുന്നുണ്ട്. പല ആൾക്കാരും എനിക്ക് തന്നെ തോന്നുന്നത്, എൻ്റെ അനുഭവത്തിൽ പല ആൾക്കാരും ഇത് കോംപ്രമൈസിലേക്ക് ഒതുക്കിയിട്ട് വിടുകയാണ് ചെയ്യാറ്. പക്ഷേ ഒരു കോംപ്രമൈസിന് അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും എല്ലാവരും ഇക്കാര്യങ്ങൾ അറിയണമെന്നും ഉള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിലേക്ക് പോയും ഇങ്ങനെയൊരു അനുകൂലമായ വിധി സമ്പാദിച്ച് എടുക്കുകയും ചെയ്തത്. ഇത് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് സമ്മതിക്കാൻ ഈ പറയുന്ന ഐസ്ക്രീം കമ്പനിയോ അല്ലെങ്കിൽ അത് വിറ്റ കടയുടെ ആളുകളോ തയ്യാറായിരുന്നോ? അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു നിങ്ങൾ പരാതിയുമായി ചെന്നപ്പോൾ? ഇല്ല, അവര് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ച സമയത്ത് അവർ നമ്മളായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് നമുക്കിത് മുന്നോട്ട് കൂടി പോകാനുള്ള ഒരു കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ച് അവർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. എന്നിട്ടും അവർ ഞങ്ങളെ വിളിക്കാനോ എന്താണ് ഇതിന്റെ സംഭവമോ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അന്വേഷിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ടേക്ക് പോയത്. ഏതായാലും നിയമവും നീതിയുമൊക്കെ നമ്മൾ ഉറച്ച് ഇറങ്ങിയാൽ നമുക്കൊപ്പം നിൽക്കും. നീതി അല്ലെങ്കിൽ ശരി നമ്മുടെ ഭാഗത്താണ് എന്നത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ അനുഭവം. ഈ ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളിൽ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നീങ്ങണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇദ്ദേഹം നൽകുന്നതും. മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.